നമസ്കാരം, തുമ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുരക്കിഴങ്ങും അരിപ്പൊടിയും കൂടെ വെച്ചിട്ടൊരു തെരളിയപ്പമാണ്. അപ്പം ഞാൻ കണ്ടിവിടെ തേങ്ങ, ഒരു മുറി തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 ഏലക്ക ചതച്ച ഇതിലിട്ടു. ഇനി വേണ്ട അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ നമ്മൾ കറിയൊക്കെ ഒഴിക്കുന്ന ഒരു കിണ്ണിക്ക് 2 കിണ്ണി അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങാണ് ഇത് എടുക്കുന്നത്. 2 നുള്ളിൻ്റെ ഒരു 2 നുള്ള ഞാൻ പോയിട്ടുണ്ടെങ്കിൽ, പക്ഷെ അത്ര ഇട്ടിട്ടില്ല ഞാൻ. പിഞ്ച് ഉപ്പ്, മധുരക്കിഴങ്ങും അരിപ്പൊടിയും തേങ്ങയും ഏലക്കയും കൂടെയാണ് ഇത് ചേർക്കുന്നത്. ഇതിൽ നമ്മൾ ചേർക്കാനുള്ളത് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനയിലപ്പമാണ്. നിങ്ങളിതൊക്കെ ട്രൈ ചെയ്യണം. നല്ലൊരു നമുക്ക് അല്പം പഞ്ചസാര ഇടാം മധുരത്തിന് വേണ്ടിയിട്ട്. ചെറിയ സ്പൂൺ അരി കിടക്കുന്നത്, അതങ്ങനെ 2-3 പ്രാവശ്യം ഇടുന്നത്. നമുക്ക് മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി. നമുക്ക് ഇഷ്ടമുള്ളത് കണക്ക് നമുക്കിത് എടുക്കാം. ഇനി അല്പം വെള്ളം വെച്ച് കുഴയ്ക്കുക. പിന്നെ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരും തിരക്കാന്നോ? അതോ നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞ് ജോലിയിൽ തുടങ്ങിയില്ല. എനിക്ക് നാളെ തൊട്ട് ഇറങ്ങണം. ഇപ്പം ഏലക്ക, തേങ്ങ, മധുരക്കിഴങ്ങ്, പിന്നെ അരിപ്പൊടി ഏതായാലും ഗോതമ്പൊടി, അരിപ്പൊടി ഏതായാലും മതി. ഞാൻ അരിപ്പൊടി എടുത്തത്, അരിപ്പൊടി ഉണ്ടായിരുന്നുള്ളൂ. അരിപ്പൊടി എടുത്തു, കുഴയ്ക്കുക. കുമ്പിള് കുത്തിയിട്ട് ഏത് രീതിയിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ ആക്കി വെച്ചത്, നല്ല കഴുകി വൃത്തിയാക്കി വെച്ച വയണയിലയാണ്. അത് 2 ദിവസത്തിന് മുമ്പ് ഞാൻ എടുത്ത വയണയിലയായിരുന്നു. നമുക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ആണ് നമുക്ക് നല്ല ഏത് രീതിയിൽ ഇലയപ്പമായിട്ടോ അല്ലാതെ നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കണം. ഏലക്കകത്ത് തന്നെ ഇങ്ങനെ കുത്തി അങ്ങ് വെച്ചാൽ മതി.
വയണയിലക്കകത്താകുമ്പോൾ ആ വയണയിലയുടെ ഒരു മണവും എല്ലാം കൂടെ അപ്പം നമ്മളുടെ ഇങ്ങനെ നമുക്ക് കൂട്ടിയിട്ട് ഇതിട്ടങ്ങോട്ട് വയ്ക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നിങ്ങളോട് നല്ലൊരു എന്ന് വെച്ചാൽ മധുരക്കിഴങ്ങും അരിപ്പൊടിയും പിന്നെ തേങ്ങയും ഏലക്കയും പഞ്ചസാരയും എല്ലാം കൂടെ ചേർത്താണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് വരും. ഞാൻ നേരത്തെ ഓൾറെഡി ഇതിനകത്ത് ഞാൻ പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ അടുപ്പിൽ വെച്ച് ഞാൻ നേരത്തെ കൂട്ടി ഇത് എടുത്ത് വെച്ചതായിരുന്നു. തീ കത്തിച്ചു. അപ്പോൾ ഞാൻ നാട് ഇങ്ങനെ എടുത്ത് വെച്ചു. അപ്പോൾ നിങ്ങൾ ഇത് പോണക്ക് നമുക്ക് എന്തുവാ ഇതിങ്ങനെ തിരിച്ചങ്ങ് കണ്ട വെക്കണം. ഇത് പോണക്ക് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് വെക്കും. വേവിച്ച് എടുക്കുക. ഇത് നമുക്ക് അങ്ങോട്ട് കറക്കി വെച്ച് വേവിച്ചത്. അപ്പോഴും ഇപ്പം കണ്ടേ ഇതെല്ലാം കൂടെ ഞാനിങ്ങനെ പറക്കി ഇതിനകത്ത് വെച്ചു. ഞാൻ അടുപ്പിലാണ് വെച്ചെടുക്കുന്നത്. കണ്ട ഇത് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് നോക്കാം. അപ്പോൾ ഞാൻ അടച്ച് വെച്ചു. ഇനി ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് കപ്പക്കിഴങ്ങൊക്കെ ഇപ്പോൾ കിട്ടുന്ന സമയമല്ലേ, അപ്പോൾ വാങ്ങിച്ചിട്ട് നല്ല ഒരു ഇതാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ ഒരു എണ്ണയിൽ ചേർത്തതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ച് കൊടുക്കാതെ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ വാങ്ങിച്ച് അരിപ്പൊടിയൊക്കെ ഇപ്പോൾ ഓണം ആയതുകൊണ്ട് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒക്കെ എല്ലാ വീട്ടിലും കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, കുഞ്ഞുങ്ങളത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വേകാനായിട്ട് അടുപ്പ് വെച്ച് അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന വയണയിലപ്പം വെന്തിട്ടുണ്ട്. നല്ല സത്യം പറഞ്ഞ ഈ അടുക്കളയിലോട്ട് വന്ന് കയറാൻ പറ്റാത്ത ഒരു മണമാണ് ഈ വയണയിലയുടെ മണം. നിങ്ങൾ എൻ്റെ ഈ എന്താ അടിപൊളി എൻ്റെ ദൈവമേ എന്ത് മണമാണെന്നറിയാം. വയണയിലയുടെയും ഏലക്കയുടെയും എല്ലാം കൂടെയുള്ള ആ ഒരു മണം പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കണം. പിന്നെ നിങ്ങൾ ഞങ്ങളുടെയൊക്കെ വീഡിയോ അധികം ആരും കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല. ഒരാൾ പോലും ഞങ്ങൾക്കൊരു ലൈക്ക് തരുന്നില്ല. കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നിങ്ങളിത് വീട്ടിലുണ്ടാക്കണം. ഇതിനകത്ത് വേറൊന്നും തോന്നിയൊന്നുമില്ല. അരിപ്പൊടി ആയാലും ഗോതമ്പ് പൊടി ആയാലും രണ്ടിലേതായാലും മതി. അതും മധുരക്കിഴങ്ങ് കിട്ടുമെങ്കിൽ ആ മധുരക്കിഴങ്ങ് വാങ്ങിച്ച് പുഴുങ്ങി അതും അരിപ്പൊടിയും തേങ്ങയും പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ട് ഇളക്കി ഇതുപോണക്ക് പിന്നെ വയണയിലയിലോ അല്ലെങ്കിൽ വാഴയിലായാലും മതി. പക്ഷെ വയണയിലയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ആ മണവും ടേസ്റ്റും ഒക്കെ വയണയിലയിൽ തന്നെ ഇത് എടുക്കേണ്ടുള്ളത്. എന്നാലും വയണയില ഇല്ലാത്തവരിപ്പം വയണയിലേക്ക് എവിടെ പോകും? അന്നേരം അങ്ങനെയൊക്കെ ഉള്ളവർ വാഴയില ആയാലും മതി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്ക് ഇത് കൊടുക്കണം. നമ്മൾ കടകളിലുള്ള കടപ്പലഹാരങ്ങൾ വാങ്ങിച്ച് കൊടുക്കാതെ ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒരു ആരോഗ്യത്തിന് നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെല്ലാവരും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇനി ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അപ്പോൾ കാണാം. ടാറ്റാ.